അല്ലച്ചോ, ഈ ഡാർവിന് ദർശനം കിട്ടിയെന്ന് പറയുന്നതൊക്കെ ഉള്ളതാണോ? ആർക്കറിയാം. അല്ല, അച്ഛന് ദർശനം കിട്ടിയിട്ടുണ്ടോ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? എനിക്ക് ദർശനം കിട്ടിയ കാര്യമോ അതോ ഡാർവിന് ദർശനം കിട്ടിയ കാര്യമോ? ഞാൻ പിന്നെ പുണ്യാളെ കാണാതിരിക്കൂടാ മണ്ട. ഏതായാലും പണി നടക്കട്ടെ. അച്ഛോ, ഈ ഗൊറില്ല കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് താളം പിടിക്കണ്ടല്ലോ. ആൻസർ ടീച്ചറായിട്ട് എന്തോ ഒരു പാട്ട് കുർബാന നടക്കണ്ടോ? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ? പണി നടക്കുന്ന അവിടെ ഇല്ലയോ? അതാ ഒരു പണിതോളൂ അച്ഛാ. പൊടി പൊടി പപ്പടം, കണ്ണുള്ള പപ്പടം, കവിളുള്ള പപ്പടം, അമ്മ കാച്ചും പപ്പടം, താഴെ വീണു പോയി. നല്ലോണം പ്രാർത്ഥിച്ച അച്ചാച്ചനെ തിരിയൊന്ന് കത്തിച്ച്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിച്ചു വേണം കത്തിക്കാൻ. 9 ആഴ്ച മുടങ്ങാണ്ട് കത്തിച്ച ആഗ്രഹിച്ച കാര്യം നടക്കും. കൊട്ടാരക്കരയിൽ നിന്ന് കൊച്ചി എത്തിയപ്പോൾ കുറച്ച് വിശ്വാസം കൂടിയിട്ടുണ്ട്. അഹങ്കാരം പറയാതെ കത്തിച്ച്. കിനാവിൽ പരന്നേ, മോഹങ്ങൾ നിലാവായി പൊഴിഞ്ഞേ, കാലത്തിൻ ചുരങ്ങൾ കടന്നേ, തേനൂറും ദിനങ്ങൾ വരുന്നേ, കുഞ്ഞിക്കൂട്ടിൽ മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ. മഞ്ഞ് തൂകാൻ വാ മേഘമേ നീ. ഒന്നു വാ നീ മാറിവില്ലേ, രാവിൻ ശീലമാറ്റി തൂവിരൽ തുമ്പാൽ ചായമേകുമോ, ഉള്ളം ഉള്ളം തുന്നി വെച്ചു നമ്മൾ തമ്മിൽ തമ്മിൽ നെയ്തെടുത്തു ജീവിതം. കണ്ടു ഞാൻ നിൻ കണ്ണിനുള്ളിൽ ഈരൻ കാറ്റിനീണം, ഞാൻ അറിഞ്ഞു നിൻ ശ്വാസതളമാ.
ചുരങ്ങൾ കടന്നേ തേനൂറും ദിനങ്ങൾ വരുന്നേ കുഞ്ഞുകൂട്ടിൽ മഞ്ഞു തൂകാൻ വാ മേഘമേ നീ ഈ ആൾക്കാരുടെ പണി അങ്കമാലി ബസ്സിലേക്ക് പണിത ടീമിനാണ് കൊടുത്തത്. ഉണ്ണവന്മാരെ നന്നായിട്ട് ചെയ്തു. പള്ളിമേടയും കൂടി പണിയണമെന്ന് കരുതിയാണ്. കുഞ്ഞാളം പറഞ്ഞില്ല. എന്തായാലും നന്നായി. മോളെ മമ്മിക്ക് ഒരെണ്ണം കൊടുത്ത്. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഈ നായകനും പ്രതിനായകനും ആദ്യമായി കണ്ടുമുട്ടേണ്ടത് ഈ പള്ളിമുറ്റത്ത് വെച്ചാവണം എന്നത് ദൈവനിശ്ചയമാണ്. കാരണം ഇവരുടെ കഥയിലെ മൂന്നാമത്തെ കഥാപാത്രം സ്വർണ്ണ നിറമാർന്ന ഒരു പോർച്ചുഗീസുകാരനാണ്. കുഞ്ഞു കുറച്ച് അണ്ടർവെയിറ്റ് ആണ്. നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, റെസ്റ്റും എടുക്കണം. പേടിക്കാനൊന്നുമില്ല. പക്ഷേ അടുത്ത സ്കാൻ വരെ ഇനി സ്ട്രെസ്സായ ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. അയ്യോ മതി. ഇതേ നിനക്കല്ല, എന്റെ കൊച്ചനാ. അടുത്ത 2 ആഴ്ച കൊണ്ട് അവനൊരു 3/4 കിലോ തടി വെക്കണം. ആ ശരി മതി. ചാച്ചാ, ഫോണൊന്ന് റീചാർജ് ചെയ്ത് തരുമോ? അമ്മയൊന്ന് വിളിക്കാനോ? എന്താ വരുന്നു? ചേട്ടാ, ഒരു 50 രൂപയുടെ റീചാർജ് കൂപ്പൺ തരും.